എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമ കുറുപ്പമ്മാനോട് പറയണ, അതെ കുറുപ്പമ്മാൻ അറിയാലോ, ഇനി ഇപ്പൊ കല്യാണത്തിന് ഇപ്പൊ അധിക ദിവസങ്ങളൊന്നും ഇല്ല. അച്ഛന്റെ കല്യാണത്തിന് ഒരു കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറയാ. അതിപ്പോ പൂർണിമ പറയേണ്ട കാര്യമുണ്ടോ? ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, ആ കാര്യത്തിന് ഈ പൂർണിമയ്ക്ക് ഒരു വിഷമം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സേതു ഉണ്ട്, അതാ എന്റെ ഒരു ആശ്വാസം എന്ന് പൂർണിമ പറയാണ്. അത് മാത്രം മതിയല്ലോ, സേതു ഉണ്ടല്ലോ എന്തിനും ഏതിനും, പിന്നെ എന്തിനാ പൂർണ്ണിമ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുറുപ്പേട്ടൻ അങ്ങോട്ട് ഇറങ്ങണ സമയത്താണ് അവിടെ സേതു കാറ് വാഷ് ചെയ്യുന്നതാണ്ട്. പിന്നീട് കുറുപ്പേട്ടൻ അങ്ങോട്ട് ചെല്ലുവാണ്. സേതു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയണ. എന്താ കുറുപ്പമ്മാവ, അമ്മാൻ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അല്ല, അച്ഛൻ്റെ കല്യാണമല്ലേ വരാൻ പോകുന്നേ, അപ്പൊ ഒന്നിനും ഒരു കുറവ് വരില്ല. അതെ, പൂർണ്ണിമ എന്നോട് ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചോളെന്ന് പറയും. എനിക്കറിയാം കുറുപ്പമ്മാവ, ഒന്നിനും ഒരു കുറവ് വരില്ല എന്ന് പറയാം. ദേ മാധവ സാറ് മരിക്കണ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെയുള്ള. പക്ഷെ നിന്റെ വരവോട് കൂടിയിട്ട് ആ ടെൻഷൻ അങ്ങോട്ട് മാറിയെന്ന് പറയാം. ശത്രുക്കളൊക്കെ പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പൊ പൂർണിമ ടെക്സ്റ്റൈൽസ് അധപതിച്ചു പോകുന്നു. പക്ഷെ എങ്കില് നല്ല പ്രൗഢിയോട് കൂടിയിട്ട് തലയോടപ്പോട് കൂടിയിട്ടല്ലേ ഇപ്പോഴും ടെക്സ്റ്റൈൽസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എല്ലാ സേതു നീ കാരണം എന്നൊക്കെ പറയുവാണ്. പിന്നീട് കുറുപ്പമ്മ പറഞ്ഞു, ഒരു കാരണവശാലും നീ ഇവിടുന്ന് പോവരുത്, നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറയാ. ഞാൻ എങ്ങോട്ട് പോവാനെന്ന് ചോദിക്കുക. അതെ, പണ്ടത്തെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇത് കേട്ട സേതു പറഞ്ഞു, അതെ ഋതു സ്വാതിയും പൂർണ്ണമ്മയുടെ മുന്നിൽ അഭിനയിക്കുക. അമ്മയുടെ മുന്നിൽ നല്ല അഭിനയം തന്നെ കാഴ്ചവെക്കുന്നത്. ഇപ്പോഴും ഞങ്ങളെ ശത്രുക്കളെ പോലെ തന്നെ കാണുന്നേ എന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല, നീ കാര്യമായി എടുക്കണ്ടെന്ന് പറയണം. അതൊക്കെ വെറുതെയാ, അവരിപ്പോഴും എന്നെ വെറുതെ സീറോ ആയിട്ടാ കാണുന്നതെന്ന് പറയണ. എടാ, സീറോ ആയിട്ട് കണ്ടാലും ആ സീറോയുടെ ഇപ്പുറത്ത് നീ ഒരു കാര്യം ചെയ്യ, ഒരു പൂജ്യം കൂടെ ചേർത്തൊന്നും ഒന്നും കൂടെ ചേർത്തോണ്ട് നീ 100 പിന്നെ എന്താ കുഴപ്പമിരിക്കണേ. അവർ സീറോ ആയിട്ട് കാണേണ്ടവർ കണ്ടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. നീ എപ്പോഴും 100% നീ നല്ലവനാന്ന് അവരുടെ മുന്നിൽ നീ തെളിയിച്ചു കൊടുക്കണം, നീ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാം. പറയുമ്പോൾ എളുപ്പ കുറുപ്പമ്മ, പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില് നിന്നെ കൊണ്ട് സാധിക്കും സേതു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറുപ്പമ്മാവൻ അങ്ങോട്ട് പോണേ. പിന്നീട് പല്ലവി പാറുവിനെ വിളിച്ചു. പാറു വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു കടൽപ്പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുകയാണ്. ഈ സമയം പാറുവിനോട് പല്ലവി വെച്ചു, അല്ല നിനക്ക് നമ്മുടെ അമ്മയുടെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുക. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, നിനക്ക് നല്ല അഭിപ്രായം തന്നെയാണോ ഉള്ളത്? എനിക്കെന്താ അഭിപ്രായ വ്യത്യാസം? അമ്മ നല്ലവളല്ലേന്ന് ചോദിക്കുക. ആണല്ലോ, അങ്ങനെയുള്ള ഒരമ്മ നമുക്ക് എന്താണെങ്കിലും ഒരു ചീത്ത വരാനായിട്ട് ആഗ്രഹിക്കുമെന്ന് ചോദിക്കുക. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ട് എനിക്ക് തോന്നുന്ന അങ്ങനെയാ. അമ്മ എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെക്കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നോടൊന്ന് ചോദിക്കാന്ന് കരുതി വന്നാ. നിനക്കറിയാലോ, ഞാനിപ്പം നിന്നെ ഇവിടെ കാണാൻ വരാൻ കാരണം ആരാ? ആ ഇന്ദ്രയത്തല്ലേ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടല്ലേ. അപ്പൊ അങ്ങനെ അവസ്ഥ ഉണ്ടാക്കി വെച്ച അവനാണ്, അവന്റെ അനിയനാണ് ഈ വിശ്വജിത്ത്. അപ്പൊ അവനും നീയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാന്നുള്ള കാര്യം അമ്മ എന്നോട് പറഞ്ഞു. അതെ അറിയാലോ മോളെ, നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാന്ന് പറയാ. ചേച്ചി എന്തറിഞ്ഞിട്ടാ പറയണേ? ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ അവന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്ന്, അതിന്റെ പേരിൽ ചേച്ചി തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മോളെ. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഭാവിയിൽ അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം ചേച്ചി, ഞാൻ നോക്കിയും കണ്ടു നിൽക്കുന്നേ. അങ്ങനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ എന്തോ വേറെ ലെവലിലേക്ക് പോയത് പോണക്ക്. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പോകാനായിട്ട് പോകുന്നില്ല ചേച്ചി. ചേച്ചിക്ക് വിശ്വസിക്കാം, ചേച്ചിയുടെ ഈ പാറ് തന്നെ ഇപ്പോഴും ഉള്ളത്. ഞാൻ ആരെയും പ്രേമിക്കാനോ അങ്ങനെയൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് ആ ഇന്ദ്രന്റെ കുടുംബത്തിൽ നിന്ന്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. ഇപ്പോഴെനിക്കൊരു സമാധാനം, നീ പോയിക്കോളാൻ പറയണം. അല്ല ചേച്ചി വരുന്നില്ലേ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാ. നിന്നെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ ടെൻഷൻ ആവുമെന്ന് പറയണം. അങ്ങനെ അവള് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇന്ദ്രപ്രസ്ഥത്തിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ആ ടാക്സിക്കാരനകത്തുനിന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഒരു പ്രായ അമ്മ ഇറങ്ങുവാണ്. പക്ഷെ മുടിയൊക്കെ നന്നായിട്ട് ഡൈ ഒക്കെ ചെയ്ത് കറപ്പിച്ച് നല്ല പ്രൗഢിയോട് കൂടിയിട്ടാണ് അകത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവിടെ അകത്ത് രാജലക്ഷ്മി ഭയങ്കര തൂക്കലും തുടക്കലും ഒക്കെ ആയിരുന്നു. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് അവരെ കയറി വരുന്നത്. ആഹാ, ഇതാരെ അംബികാമയോ എന്നും പറഞ്ഞിട്ട് കയറി വാമേ ഇരിക്കാനൊക്കെ പറയണം. ഓ, അപ്പൊ നീ എന്റെ പേരൊന്നും മറന്നു പോയിട്ടില്ല അല്ലേന്ന് ചോദിക്കണം. അന്തമ്മ അങ്ങനെ പറഞ്ഞേ? എടി, നീ എന്നെ ആ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ, ഓർഫനേജിൽ കൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ നീ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. അല്ല, അത് പിന്നെ അമ്മേ, അത് പിന്നെ ലക്ഷറി ഓർഫനേജ് അല്ലേ, അവിടെ എന്താ അമ്മയ്ക്ക് കുഴപ്പമെന്ന്? പിന്നെ കുഴപ്പം, അവിടെ പാട്ട് പാടത്തില്ല, ഉറക്കെ സംസാരിക്കത്തില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? എന്നിട്ടോ ഇവിടെ നീ സുഖിച്ച് കഴിയുമായിരുന്നല്ലേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ അമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്റെ ബാഗ് വണ്ടിക്കകത്തിരിപ്പുണ്ട്, അതും കൂടെ പോയി എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ ആ കാറിനകത്ത് പോയി ബാഗ് എടുക്കാനായിട്ട് രാജലക്ഷ്മി അങ്ങ് ചെല്ലുവാണ്. എടുത്തു കഴിയുമ്പോൾ ഭയങ്കര വെയിറ്റ്.
ഡ്രൈവറെ വെച്ച് സഹായിക്കണം എന്ന് നിൽക്കുക. വേണ്ട, ഇനി എങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിലേ അകത്തിരിക്കുന്ന രാജവെമ്പാല എന്റെ കുത്തി ശരിയാക്കും. ഇത് കേട്ടതും ആ ഡ്രൈവർ ചിരിക്കുവാണ്. അവരെയാണെങ്കിൽ രാജവെമ്പാല കടിച്ചിട്ടും കാര്യമില്ല, കാരണം അതിനേക്കാളും വിഷം അവർക്കുള്ളത് എന്നും പറഞ്ഞിട്ട് ഒരു വിധത്തില് ഭാഗം തള്ളിപ്പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ്. ഇതിന് മാത്രം എന്താ അതിനെ വെയിറ്റ് ഇരിക്കുന്നത്, വല്ല അമ്മിക്കല്ലും എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് ഇരുന്ന് വായകോടെ വെച്ച് കഴിയുമ്പോഴത്തേനും അംബിക അങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താ അമ്മ, എന്താ കാര്യം? അല്ല, നിന്റെ മക്കൾ എന്തെന്ന് ചോദിക്കും. അവരിവിടെ ഉണ്ട്, വിളിക്കാന്ന് പറയണം. വിളിക്കണ്ട, അവര് വരുവാണെ വരട്ടെ എന്ന് പറയാണ്. അല്ല, നീ എന്താ രാജലക്ഷ്മി എന്നെ കല്യാണം വിളിക്കാത്തെ? അത് പിന്നെ അല്ല, ഇന്ദ്രന്റെ കല്യാണം നിനക്ക് വിളിക്കായിരുന്നല്ലോ, നീ എന്നെ വിളിക്കായിരുന്നേ. അത് പിന്നെ പെട്ടെന്ന് നടത്തിയത് കല്യാണം ആയതുകൊണ്ട്. ഓ, പെട്ടെന്ന് നടത്തിയ കല്യാണം ആയതുകൊണ്ട് വിളിക്കണ്ടായിരുന്നല്ലേ? ഒന്നുമില്ലല്ലോ, അവന്റെ അച്ഛമ്മയല്ലേ ഞാൻ, അപ്പൊ എന്നെ വിളിക്കേണ്ട മര്യാദ അവനില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അംബികാമ്മ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എന്റെ കൊച്ചുമോന്റെ കല്യാണം കൂടാണ്ട് എനിക്ക് യോഗമില്ലാതെ പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ആദ്യ രാത്രി തന്നെ അവള് പിണങ്ങിപ്പോയില്ലേ നിൽക്കുക. സത്യം പറ, എന്തിനാ അവള് പിണങ്ങിപ്പോയെന്ന് നിൽക്കുക. അത് പിന്നെ അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയണം. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അംബികാമ്മനെ കണ്ട്, ആ കിളവി എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു. വരുവാണ്. കിളവി നിന്നെ പറയുന്നില്ല ആരാന്ന്. പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എടാ ഇന്ദ്ര, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു കേട്ടല്ലോ, അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കാം. അതെ, കല്യാണം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയരുത് കേട്ടോ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഭാര്യ പണങ്ങിപ്പോയില്ലേ? എങ്ങനെ പണങ്ങിപ്പോകാതിരിക്കും? അപ്പൊ എല്ലാരും പറയുന്നത് ശരിയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോ ഇന്ദ്രൻ ചോദിച്ചു, എല്ലാരും പറയുന്നത് എന്താ, എനിക്ക് ഭ്രാന്താന്നോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ഞങ്ങളുടെ കൈ വിരൽ പിടിച്ച് ഒടിച്ചു വിട്ടേന്ന് ചോദിച്ചോണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് അംബികാമ്മയുടെ കൈവിരൽ പിടിച്ച് ഇരിക്കുകയാണ്. ഈ സമയം അംബികാമ്മ വിടറാന്നൊക്കെ പറയുന്നുണ്ട്. അത് വിടാനായിട്ട് കൂട്ടാക്കില്ല ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാരും പലതും പറയും, പക്ഷെ എന്നും പറഞ്ഞോണ്ട് എന്റെ മേലെ അതൊക്കെ ചോദിക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ വെറുതെ പെടുത്തില്ല. എനിക്ക് ഭ്രാന്തുണ്ട്, എനിക്ക് നല്ല ഭ്രാന്തുണ്ട്, നിനക്കറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അംബിക, നീ എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കുക. അതെ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? നിങ്ങൾക്ക് അല്ലേ തന്നെ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ എന്ന് പറയണം. എന്നിട്ട് അംബിക പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നലല്ലേ എന്ന് പറയണം. നിന്നെ എല്ലാവർക്കും കൂടി ഇഷ്ടമാന്ന് പറയണം. പിന്നെ ഇഷ്ടമാണ് പോലും, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അവിടെ നിൽക്കണം. അപ്പോഴേക്കും വിശ്വം അങ്ങോട്ട് വരുന്നേ. വിശ്വത്തെ കണ്ടതോ അംബികാമ്മ മോനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങളെന്നൊക്കെ വിശ്വം ചോദിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ, പന്തിയിൽ പശാഭയെന്ന് പറഞ്ഞോണക്ക് ഞാൻ വന്നു കഴിയുമ്പത്തേനും എന്നെ ഒന്ന് മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ഇപ്പൊ കണ്ടില്ലേ, ഇളയ കൊച്ചുമ വന്നു ഇപ്പൊ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ. എന്തൊരു സന്തോഷമാന്ന് നോക്കിയാൽ കിളവിയുടെ മുഖത്തെന്ന് പറയാം. എടാ, നീ അനാവശ്യം പറയരുത്, എനിക്ക് എന്റെ 2 കൊച്ചുമക്കളും ഒരേപോലെ തന്നെയാ. പിന്നെ ഇവനെ ചെറുതിലെ മുതൽ എന്നോട് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം. നടക്കട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോയി കഴിയുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അവന് വിഷമമായെന്ന് തോന്നുന്നേ. അവന് വിഷമത്തിന്റെ അല്ല, അവന് നല്ല ചിത്തഭ്രമമുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും എന്തെങ്കിലും വയ്യാവലിയൊക്കെ ഒപ്പിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ആദ്യരാത്രി തന്നെ എന്തിനാ അവന്റെ ഭാര്യ ഒളിച്ചോടി പോയി നിൽക്കുക? അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയണം. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അംബിക അങ്ങോട്ട് പോവാണ്. അംബിക അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം അവൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അംബികനെ കണ്ട് എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടിനോട് പറയാനുണ്ടല്ലോ, കാര്യം പറ. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിർത്തുവാണ്. ഈ സമയം അംബിക പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിച്ചാരെ. നിനക്കൊരാവശ്യം വന്നാൽ ഞാനല്ലേ വരാനുള്ളേ. നിന്റെ അച്ഛമ്മയല്ലേ, നിനക്ക് എന്ത് വിഷമമുണ്ടായാലും എന്നോട് പറ. നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എതിർത്തിരിക്കുമെന്ന് പറയണം. നിനക്ക് പല്ലുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണോ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം. വേണം, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെയാണ് നീ തീരുമാനിച്ചോ? അവളെ ഞാൻ ഈ വീട്ടിൽ എത്തിച്ചിരിക്കും. പിന്നെ നമ്മളും അതേ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അംബികനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നൊക്കെയുണ്ട്. ഇങ്ങനെയുള്ള അച്ഛന്മാരാ വേണ്ടത്. കൊച്ചുമക്കളോടൊപ്പം നിൽക്കണം, അല്ലാതെ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അംബിക പറഞ്ഞു, അത് ശരിയാ. അല്ല മോനെ, ഇതുവരെയായിട്ടും നിന്റെ ഭാര്യനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ല. അവളെ കുറിച്ച് എന്ത് പറയാനായിട്ടാ? അവള് ഡിവോഴ്സ് ആയി പോയി, ആദ്യ രാത്രി തന്നെ തലയും തല്ലിപ്പൊളിച്ച് ഇറങ്ങിപ്പോയതാ. അതിന് മാത്രം നീ എന്താണ് ചെയ്ത അവളോട്? അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് നിർത്തുവാണ്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താണ് എന്തിനാ കാര്യം എന്താന്ന് പറ. ഞാൻ അവളോട് കൂടുതലൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ. ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞാ. അപ്പൊ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമില്ലെങ്കിൽ ഇടായിരുന്നാ പോരെ, അതിന്റെ പേരിലാ വഴക്കുണ്ടാക്കിയെന്ന് പറയണം. ഒരു ഡ്രസ്സിന്റെ പേരിലോ? അത് പിന്നെ ഒരു ഡ്രസ്സിന്റെ പേരിൽ തന്നെയാ വഴക്കുണ്ടാക്കിയത്. കാരണം എന്നാ ഡ്രസ്സാണെന്ന കാര്യം ഇന്ദ്രൻ പറഞ്ഞിട്ടില്ല. കാരണം വളകറായിട്ടുള്ള രാത്രി മാത്രം ഇട്ടുകൊണ്ട്
നടക്കാൻ പറ്റുന്ന ഡ്രസ്സ്. അതോ അത് പല്ലവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഡ്രസ്സ്. അതിന്റെ കോലോ ഷേപ്പും ഒക്കെ അങ്ങനെയായിരുന്നു. നൈസായിട്ട് നെറ്റ് പോലെ ഇരിക്കുന്നു പറഞ്ഞു. അത് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് ഇടാൻ പറ്റുന്ന സാഹചര്യമാണോ? അതുകൊണ്ടൊക്കെയാണ് പല്ലവി എതിർത്തെ അവരുടെ തലയും തല്ലിപ്പൊളിച്ചിറങ്ങിപ്പോയത്. ഇതൊക്കെ അവരറിയുവാണ്, അംബികാമ്മ അറിയുവാണ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേന്ന് ചോദിക്കാം. നീ പേടിക്കണ്ട മോനെ. എനിക്കറിയാം അവളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. നീ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അതേ അച്ഛമ്മേനെ ഞാൻ ചേർത്ത് പിടിക്കും. അച്ഛമ്മ ഇപ്പോഴെങ്കിലും പോകണ്ടെന്ന് പറയണേ. ഇല്ല, ഞാൻ ഒരിടത്തും പോകുന്നില്ല. നിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യത്തിനൊരു സമാധാനമായത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.